പതിനഞ്ചാം കേരള നിയമസഭയുടെ 10ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പത്താം സമ്മേളനത്തിലെ 3ാം ദിവസമായ ഇന്ന് ഗൗരവമുള്ള ചർച്ചകൾക്കും സംവാദങ്ങൾക്കും സഭ സാക്ഷിയായി. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തത് ഇന്നത്തെ സഭാ നടപടികളുടെ പ്രത്യേകതയായിരുന്നു. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. നികുതി വരുമാനം മെച്ചപ്പെടുത്തുന്നതിന് നടപടി, സംസ്ഥാന സാമ്പത്തിക സ്ഥിതി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സമയബന്ധിതമായി നൽകാൻ നടപടി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ മറുപടി പറഞ്ഞു. 22 മാർച്ചിന് മുമ്പ് തന്നെ ഈ പേപ്പറുകൾ എത്തിച്ചു. അതിനുശേഷം ഇമെയിൽ അയച്ചാൽ മാത്രം പോരാന്നുള്ളതുകൊണ്ട് നമ്മുടെ ഡയറക്ടർ നേരിട്ട് പോയി, ആ ചുമതലയുള്ള ഉദ്യോഗസ്ഥ നേരിട്ട് പോയിട്ട് ഈ പേപ്പർ കൊടുത്തു. അതെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ കോടതിയും കേസും ഒക്കെ വരുമ്പോൾ നമ്മളൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. സാർ, ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചിറ്റമ്മ നയം നമ്മളോട്? ആ പ്രശ്നമേ കേന്ദ്രത്തിന്റെ കാര്യത്തിൽ പറയുന്നുള്ളൂ. നമുക്ക് കിട്ടേണ്ട പണം കിട്ടണം. സംസ്ഥാനത്ത് നികുതി ചോർച്ച പരിഹരിക്കുന്നതിന് കാര്യക്ഷമമായ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ സഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. കടമെടുക്കുന്നതിനുള്ള പരിധി കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിനെതിരെ സമരം ഇനി നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്രം നൽകാനുള്ള തുകയുടെ 50% കിട്ടിയാൽ സംസ്ഥാനത്തെ ട്രഷറി നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നീക്കാൻ കഴിയുമെന്നും ധനമന്ത്രി അറിയിച്ചു. നമുക്ക് കിട്ടാനുള്ള പണത്തിന്റെ 50% എങ്കിലും 50% മുഴുവൻ വേണമെന്ന് പറഞ്ഞില്ല, 50% എങ്കിലും കേന്ദ്രത്തിൽ നിന്ന് റിലീസ് ചെയ്ത് കിട്ടിയാൽ അപ്പോൾ ഇപ്പോൾ ഉള്ള ചെറിയ നിയന്ത്രണങ്ങൾ ഇല്ലാതാവും. ഇപ്പോൾ ഉള്ള ചെറിയ നിയന്ത്രണങ്ങൾ ഇല്ലാവും. ചെറിയ നിയന്ത്രണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ട്. വയനാട് ജില്ലയടക്കമുള്ള സംസ്ഥാനത്തെ മലയോര കാർഷിക മേഖലയിലെ വന്യമൃഗ ശല്യം സംബന്ധിച്ച് ശ്രീ OR കേളു അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി AK ശശീന്ദ്രനും ട്രാവൻകൂർ സിമന്റ് ഫാക്ടറിയുടെ പ്രവർത്തനം സംബന്ധിച്ച് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി P. രാജീവും മറുപടി നൽകി. വയനാട് ജില്ലയിൽ ഇവിടെ വന്യമൃഗശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഒരു തരത്തിലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് സാർ വയനാട് ജില്ല ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഗുരുതരമായ പ്രശ്നം എന്നുള്ള നിലയിൽ തന്നെയാണ് സർക്കാർ അത് കാണുന്നത്. നാട്ടകം ട്രാവൻകൂർ സിമെന്റ്സ് വെള്ളക്കക്കയുടെ നിന്ന് വെള്ള സിമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ കുത്തകയായിരുന്നു സാർ. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. കോടതി ഈ വെമ്പനാട്ട് കായലിൽ നിന്ന് കക്കയുടെ ഖനനം നിരോധിച്ചതോടുകൂടിയാണ് കമ്പനിയുടെ പ്രതിസന്ധിയുടെ തുടക്കം എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ്. 10 സബ്മിഷനുകൾക്ക് സഭയിൽ ഇന്ന് മറുപടി നൽകി. പ്ലാച്ചിമട നഷ്ടപരിഹാര സ്പെഷ്യൽ ട്രൈബ്യൂണൽ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം കൊടുക്കാത്തതുകൊണ്ട് ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനിയുടെ പ്രവർത്തനം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തലത്തിൽ അവലോകനം ചെയ്യുകയും ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നതിന് ഒരിക്കൽ കൂടി നിയമനിർമ്മാണം ആവശ്യപ്പെട്ടതുപോലെ തന്നെ നടത്താനുള്ള സാധ്യത അഡ്വക്കേറ്റ് ജനറലുമായി കൂടിയാലോചിച്ച് പരിശോധിച്ച് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനാവശ്യമായ ഭേദഗതിയോടുകൂടിയ നിയമനിർമ്മാണം നടത്താൻ കഴിയുമോ എന്ന് ഗവൺമെൻറ് പരിശോധിച്ച് വരികയാണ്. സർ, കോന്നി അച്ചൻകോവിലാറിന് കുറുകെ ചിറ്റൂർ കടവിൽ പാലം എന്നത് വളരെ വർഷങ്ങളായിട്ടുള്ള അവരുടെ ഒരു ആഗ്രഹമാണ്. ജനുവരി 19, 2024 കൂടിയ AS കമ്മിറ്റി ചിറ്റൂർ കടവ് പാലം നിർമ്മാണത്തിൻ്റെ ഭരണാനുമതിക്കുള്ള നിർദ്ദേശം ധനകാര്യ വകുപ്പിന് കൈമാറാൻ നിർദ്ദേശിച്ചു. ധനകാര്യ വകുപ്പിന് കൂടി അനുമതി ലഭിച്ചാൽ ഉടൻ പദ്ധതി ആരംഭിക്കുന്നതിനുള്ള നടപടികളിലേക്ക് PWD കടക്കുമെന്നുള്ളത് അറിയിക്കുകയാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സഭയിൽ 2 മിനിറ്റ് മൗനം ആചരിച്ചു. മുഴുവൻ അംഗങ്ങളും 2 മിനിറ്റ് എഴുന്നേറ്റ് മൗനം ആചരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യോപദേശക സമിതിയുടെ 12ാമത് റിപ്പോർട്ട് കാര്യോപദേശക സമിതി അംഗം മന്ത്രി K. രാധാകൃഷ്ണൻ സഭയിൽ അവതരിപ്പിച്ചു. 10ാം സമ്മേളനത്തിൽ ഫെബ്രുവരി 15-ാം തീയതി കൂടി സഭ സമ്മേളിക്കുന്നതിനും ഫെബ്രുവരി 26 മുതൽ മാർച്ച് 27 വരെയുള്ള തീയതികളിലെ സഭാ സമ്മേളനം ഒഴിവാക്കുന്നതിനുമുള്ള കാര്യോപദേശക സമിതി ശുപാർശ സഭ അംഗീകരിച്ചു. ഇതനുസരിച്ച് ഫെബ്രുവരി 15 വോട്ട് ഓൺ അക്കൗണ്ടും അതു സംബന്ധിച്ച ധനവിനിയോഗ ബില്ലും പാസാക്കി
സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി കാര്യോപദേശക സമിതിയുടെ 12ാമത് റിപ്പോർട്ട് പാർലമെന്ററി കാര്യമന്ത്രി വെച്ചിരിക്കുന്നു. പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. കാര്യോപദേശക സമിതിയുടെ 12ാമത് റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. കാര്യോപദേശക സമിതിയുടെ 12ാമത് റിപ്പോർട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീ ഇ ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച പ്രമേയത്തിന്മേലുള്ള ചർച്ച സഭയിൽ ഇന്നും തുടർന്നു. ശ്രീ ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. ഭരണഘടനാ ബാധ്യത നിർവഹിക്കുന്നു എന്ന് പേര് വരുത്തി തീർക്കാൻ ഗവർണർ നടത്തിയ അപഹാസ്യമായ നാടകം മലയാളികളോടുള്ളൊരു വെല്ലുവിളിയായി നമ്മുടെ നാട് കണ്ടിട്ടുണ്ട്. നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വിധത്തിൽ നിയമസഭയെ അവഹേളിക്കുന്ന തരത്തിൽ ഗവർണർ നടത്തിയിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗത്തെ, ഗവർണറുടെ നിലപാടിനെ ശക്തമായി അപലപിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സർ, രാജ്യത്ത് ആദ്യമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിലുള്ള തൊഴിലാളികൾക്ക് ക്ഷേമനിധി നടപ്പിലാക്കി. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്മേൽ ഇന്ന് സഭയിൽ ചർച്ച നടന്നു. 2.5 മണിക്കൂറാണ് സഭയിൽ ചർച്ച നടന്നത്. അടിയന്തര പ്രമേയം സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ചയും ധൂർത്തും മൂലം സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന പ്രമേയം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ റോജി എം ജോൺ, ശ്രീ പി കെ ബഷീർ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത്തരമൊരു പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷത്തോട് ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുക. കാരണം സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഗുരുതര ധനപ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് എന്നാണ് പറയാൻ. സർ, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുത്ത ശേഷം ഓവർ ഡ്രാഫ്റ്റിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. 14ാം ധനകാര്യ കമ്മീഷൻ ഇത് 42% ഉയർത്തുമെന്ന സ്ഥിതി വരുമ്പോഴാണ് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം നികുതിയായും ഗ്രാൻറ്റുകളായും നമുക്ക് ലഭിക്കുന്നത് വെട്ടിക്കുറയ്ക്കാൻ നരേന്ദ്രമോദി തന്നെ പിൻവാതിൽ വഴി ഇടപെട്ടത്. UDF ഗവൺമെൻറ് ഭരിച്ചിരുന്ന കാലത്ത് ഇതേപോലെ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു. AK ആന്റണി മന്ത്രിസഭ അധികാരത്തിൽ വന്ന ആ സമയത്ത് അന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ഞങ്ങൾ ഒരു മെസ്സേജ് പുറത്തു കൊടുത്തു, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. എന്നിട്ട് ധവളപത്രം ഇറക്കി. പക്ഷെ ഞങ്ങൾ അന്ന് മുണ്ട് മുറുക്കി കൊടുക്കുകയാണ്. രാജ്യത്ത് പ്രധാനമന്ത്രി തന്നെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കാൻ ഇടപെടുന്നുവെന്ന ഗുരുതരമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആശ്വാസകിരണം, ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ ലഭ്യമാകുന്നില്ല. ഇവിടെ ഇനി നമുക്ക് നഷ്ടപരിഹാരം കിട്ടേണ്ട ആവശ്യമേ ഇല്ല എന്നല്ലേ പറയുന്നത്? എന്താ കോമ്പൻസേഷൻ, അതിന്റെ കാലാവധി ദീർഘിപ്പിക്കണമെന്ന് കേരളം മുൻനിന്ന് പറയുകയും കോൺഗ്രസ് ഭരിക്കുന്ന പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ആ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുകയും തള്ളുകയും ചെയ്തു. ചർച്ചയ്ക്കൊടുവിൽ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ഞാനും എൻ്റെ പാർട്ടിയും ഞങ്ങൾ വോക്കൗട്ട് ചെയ്യും. പ്രമേയം സഭ തള്ളിയിരിക്കുന്നു. 20 അംഗങ്ങളാണ് ഗവർണറുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് ഇന്ന് സംസാരിച്ചത്. ഒരു ധനകാര്യമന്ത്രിക്കും നേരിടേണ്ടി വരാത്ത പ്രതിസന്ധിയാണ് സാമ്പത്തികമായി ഈ കേന്ദ്രത്തിന്റെ ശ്വാസമുട്ടിക്കന്റെ ഫലമായി കേരളത്തിന് അനുഭവിക്കേണ്ടി വരുന്നത്. ഒരു ഗവർണർ എങ്ങനെ ആവരുത് എന്നതിന്റെ ഉദാഹരണമായി കേരള ഗവർണർ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രവർത്തനങ്ങൾ ഭാവിയിൽ ജനാധിപത്യത്തിന്റെ റഫറൻസ് ആക്കാവുന്നതാണ്. ഇന്ത്യ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് എന്താണ്? നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.